ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഋത്വിക പാർക്കുട്ടി ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്നൊരു ചെറിയൊരു മോർണിംഗ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അങ്ങനെ രാവിലെ അടുക്കള പണിയൊക്കെ ഒരു വിധമൊക്കെ ഒതുങ്ങി. അപ്പോൾ ചോറും കറിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് പാത്രം ഉണ്ടായിരുന്നു, അതാദ്യം നമുക്ക് കഴുകിയെടുത്തിട്ട് വേഗം കുളിച്ചിട്ടൊന്ന് അമ്പലത്തിൽ പോകണമെന്ന് പറഞ്ഞിട്ടാണ് വേഗം. അപ്പോൾ വിശേഷമായിട്ടൊന്നുമില്ല, ഇന്ന് ചൊവ്വാഴ്ചയാണ്. അപ്പോൾ എന്തായാലും ഇന്ന് അമ്പലത്തിൽ പോകാമെന്ന് പറഞ്ഞിട്ട് ഞാൻ വേഗം പാത്രമൊക്കെ കഴുകി വെച്ചു. കുട്ടികളൊക്കെ കുളിച്ച് വേഗം അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ 2-3 വീഡിയോസിൽ പറയണമെന്ന് വിചാരിച്ചു, പക്ഷെ ഓട്ടോമാറ്റിക്കായി അത് മറന്നുപോയിട്ടോ. അപ്പോൾ വേറൊന്നുമല്ല, എല്ലാ അമ്മമാർക്കും പറ്റുന്ന ഒരു തെറ്റാണ് അല്ലേ? തെറ്റല്ല, ഒരു മറവി. മക്കളുടെ ആയാലും ഹസ്ബൻഡിൻ്റെ ആയാലും എല്ലാവരുടെയും പിറന്നാൾ ബർത്ത്ഡേ നമ്മൾ ഓർത്ത് വയ്ക്കും. പക്ഷേ നമ്മുടെ ബർത്ത്ഡേ മാത്രം നമ്മൾ മനഃപൂർവ്വം കൊണ്ടല്ല, പക്ഷെ തലേ ദിവസം കൂടി ഓർമ്മയുണ്ടെങ്കിൽ കൂടി പിറ്റേ ദിവസം ആ ദിവസം നമുക്ക് മറന്നു പോകണ്ടേ. അതേപോലെയുള്ള ഒരു ദിവസമായിരുന്നു എനിക്ക് ഏപ്രിൽ 26 കേട്ടോ. 25-ാം തീയതിയൊക്കെ നല്ല ഓർമ്മയുണ്ടായിരുന്നു, പക്ഷേ 26-ാം തീയതി ആയപ്പോൾ എനിക്കത് മറന്നുപോയി. പക്ഷെ 26-ാം തീയതി എനിക്ക് ഓർമ്മയില്ല. എനിക്കത് കഴിഞ്ഞ് 27, 28ഒക്കെ കഴിഞ്ഞ് 28-ാം തീയതി 29-ാം തീയതി ആകുമ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. സത്യം പറഞ്ഞ അയ്യോ, ഏപ്രിൽ 26-ാം തീയതി കഴിഞ്ഞു, എൻ്റെ പിറന്നാളായിരുന്നല്ലോ, ബർത്ത്ഡേ ആയിരുന്നല്ലോ, എനിക്ക് മറന്നു പോയിട്ടോ. എന്നിട്ട് എനിക്ക് ഓർമ്മ വന്നത് 29-ാം തീയതിയാണ് തോന്നുന്നത്. അപ്പം ഞാൻ അതിന് ശേഷമുള്ള വീഡിയോസിൽ ഇങ്ങനെ പറയണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ഞാനത് വിട്ടുപോയി. അപ്പം ഞാൻ ആലോചിച്ചു, മിക്ക അമ്മമാർക്കും വീട്ടിലിരിക്കുന്നവർക്കും ഇതേ ഒരു അവസ്ഥയായിരിക്കില്ലേ. അപ്പോൾ നമ്മൾ അടുക്കള ജോലി കഴിഞ്ഞു കുട്ടികളെ നോക്കി അങ്ങനെ നമ്മുടെ കാര്യം ശ്രദ്ധിക്കാനുള്ള സമയം കിട്ടില്ല നമുക്കല്ലേ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്നിങ്ങനെ പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഈ അനുഭവം നിങ്ങൾക്കുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ ഇത് അടുക്കള പണിയൊക്കെ കഴിഞ്ഞ് കുളിച്ചതാ ഇവിടെ വന്നിട്ടുണ്ട്. അമ്പലത്തിലൊക്കെ പോയിട്ട്, അമ്പലത്തിൽ പോകുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടില്ല, എനിക്ക് ഭയങ്കര ചുമയാണ്. അപ്പോൾ ഹോസ്പിറ്റലൊക്കെ പോയി മരുന്നൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ കഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഇനി അമ്പലത്തിൽ പോയിട്ട് വന്നു. ഇതവിടെ ഇനി നമുക്ക് റൂമൊക്കെ ഒന്ന് അടിച്ച് ഒന്ന് തുടച്ച് ഒന്ന് വിളക്കൊക്കെ വെക്കണം. അപ്പോൾ ഞാൻ അമ്പലത്തിൽ വേഗം പോയിട്ട് വന്നു. പിന്നെ അടുത്ത പണി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ അടിയും തൊടയൊക്കെയാണ്. കുട്ടികളിതാ എന്താ പറയുക, TV ഇട്ടിട്ട് രാവിലെ തന്നെ ഇരിക്കുകയാണ് കേട്ടോ. അവർക്ക് പിന്നെ ചൂടല്ലേ, വെയിലും ചൂടൊക്കെയാണ്. പുറത്ത് കളിക്കാൻ പോകണ്ടെന്ന് പറഞ്ഞപ്പോൾ ചീത്ത പറഞ്ഞപ്പോൾ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഏത് സമയം TV ഇട്ട് TVൻ്റെ മുന്നിൽ തന്നെ ഇരിക്കും അവർ. ഫാനും TV ഇട്ടിട്ട് തന്നെ ഇരിക്കും. ഇനി കറണ്ട് ബില്ല് വരുമ്പോഴറിയുള്ളൂ എത്രയാണ് വരുന്നത്. അങ്ങനെ നമ്മുടെ അടിയൊക്കെ കഴിഞ്ഞു കേട്ടോ, അടിക്കലൊക്കെ കഴിഞ്ഞു. ഇനി അടുത്ത ജോലി എന്ന് പറഞ്ഞാൽ തുടക്കലാണ്. രാവിലെ എണിച്ച് എപ്പോഴും തുടച്ചിട്ട് അടിച്ച് വിട്ട് തുടച്ചിട്ട് ഒരു കാര്യമില്ല കേട്ടോ. മക്കളില്ലേ, എന്താ പറയുക, മുറ്റത്തിറങ്ങി ചളി ചവിട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും 2 നടത്താം. പിന്നെ ഒരു അടിച്ച് തുടച്ച് ഒരു അരമണിക്കൂർ കഴിയാത്ത മുന്നേ പിന്നെ നല്ല ചന്തമുണ്ടാവും കാണും. എല്ലാവിടെയുള്ള ഒരു ജോലിയാണല്ലോ, കുട്ടികളുള്ള അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി. അതേപോലെ സാധനങ്ങളും ബുക്കുകളും ഒക്കെ നമ്മൾ സ്കൂൾ കൂട്ടിയപ്പോൾ ഒക്കെ അടുക്കി വെച്ചതാണ്. അതിനെയൊക്കെ വലിച്ച് വാരിയിട്ട് ഒരു വിധമാക്കിയിട്ടുണ്ട്. ഇനി പറഞ്ഞ് കുട്ടികളെ ചീത്ത പറഞ്ഞ് 1 മാസം കഴിഞ്ഞു. സ്കൂൾ തുറക്കഴിഞ്ഞ് 1 മാസം കൂടിയുള്ളൂ കഷ്ടിച്ച്. അപ്പോൾ ഇനിയിപ്പോൾ നാളെ വലിയ കുട്ടീൻ്റെ ബുക്ക് വാങ്ങാൻ പോകണം. സ്കൂളിൽ ടെക്സ്റ്റ് ബുക്ക് കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞു, അപ്പോൾ അത് വാങ്ങാൻ പോകണം. അപ്പോൾ അവരിനെ ചീത്ത പറഞ്ഞ് എന്താ പറയുക, ദിവസങ്ങൾ കടന്നു പോയതറിഞ്ഞില്ല. വിരുന്ന് പോയി ഒരാഴ്ചയൊക്കെ പോയി നിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇനിയിപ്പോൾ അയച്ചു വിടണം അവരിനെ. ഇനിയിപ്പോൾ സ്കൂൾ തുറക്കാനായില്ല, അപ്പോഴേക്കും ഒരാഴ്ചയും കൂടി അവരിനെ വിരുന്നയച്ചു വിടണം. സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ പിന്നെ പോകാൻ പറ്റില്ലല്ലോ, ഇവിടെ പോകണം പറഞ്ഞ് ഒരേ ബഹളമാണ്. സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ പിന്നെ എവിടേക്കും പോകാനൊന്നും പറ്റില്ലല്ലോ. അതുകൊണ്ട് ഇനി ഒരാഴ്ചയും കൂടി അവരിനെ ഇരിക്കാൻ അയച്ചു വിടണം. അങ്ങനെ നമ്മുടെ വീഡിയോ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ലൈക്ക്, ഷെയർ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക.